പതിവ് സാഹിത്യ സംബന്ധമായിട്ടുള്ളൊന്നും ചോദിക്കുന്നില്ല. ഓക്കെ, കേരളപ്പിറവി ദിനത്തില് അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായത് വളരെ നല്ല കാര്യമാണ്. ആ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് മമ്മൂട്ടി ഇവിടെ ശ്രദ്ധേയമായിട്ട് വെച്ചു പരാമർശങ്ങളുണ്ടായിരുന്നു. വളരെ അംഗീകരിക്കുകയും അനുകൂലിക്കുകയും ചെയ്തതിനൊപ്പം തന്നെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇപ്പോഴും ഉണ്ട്. വിശക്കുന്ന വയറുകളും ഇവിടെയുണ്ട്. അത് രാജപാതകളും കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളും മാത്രമല്ല, ഈ വിശക്കുന്ന വയറുകൾ പരിപൂർണമായും ഇത് നമ്മൾ എത്തുക എന്നുള്ളത്. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ 20 ഭാഗം പോലും ഇല്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത്. മുഖ്യമന്ത്രി ഇവിടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. ഒരുപാട് പ്രതിസന്ധികളെ കേരള ജനത തോളോട് തോൾ ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല. വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ്. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല. ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും. ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിന്റെ മാതൃകയാകട്ടെ. സത്യസന്ധമായ ഒരു കാര്യമാണ് മമ്മൂട്ടി പറഞ്ഞു. പ്രത്യേകിച്ച് ഇത്രയും ചടങ്ങിൽ വെച്ച് ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഇതും നമുക്ക് സാധിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി വലിയൊരു യത്നം നടന്നുണ്ട്. അതേ യത്നം തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെ പേരാണ് അതിദാരിദ്ര്യമായിട്ടുണ്ടായത്. പക്ഷെ ദരിദ്ര സംഖ്യ വളരെ അധികമായിരിക്കും. ഇതൊരു ദീർഘകാല പദ്ധതിയായിട്ട് സർക്കാർ ഇതിനെ ഏറ്റെടുത്ത് നമുക്ക് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും വലിയ അർത്ഥമില്ല. കാരണം ജനസംഖ്യയുടെ ഭൂരിപക്ഷം വിശക്കുന്നവരായിരുന്നെങ്കിൽ വികസനം ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമായി മാറും. അതിന്റെ 110 പൂർണ്ണമായിട്ട് ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് ഇപ്പം പുതിയ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുണ്ട്. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ വർഷം അവസാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള. ഇപ്പം ഒരു ചോദ്യം പൊതുവെ മലയാളികൾക്കിടയിൽ ഉയരുന്നത് പിണറായി വിജയന്റെ 3ാം വരവുണ്ടാവും എന്നുള്ളത്. ഇതിന് സാർ എങ്ങനെ കാണുന്നു? വ്യക്തമായിട്ടൊരു ഉത്തരവില്ല. കാരണം ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് കേരളത്തില് ഇന്ത്യയിലും മറ്റു ദിക്കുകളേക്കാളും വളരെയധികം പ്രവചനാതീതമാണ് കേരളം. അപ്പോ അതിന് ഉത്തരം കാണാൻ പറ്റില്ല. പക്ഷെ ഇത്തരം ഒരു പ്രചരണം 3ാം പിണറായി സർക്കാർ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു ഓളം ഉണ്ടാക്കാൻ LDF സാധിച്ച അത് LDF സഹായിക്കുക. അതിനെ തടയുക എന്നുള്ളതായിരിക്കും UDF ശ്രമങ്ങൾ. ഒരു പ്രധാന പ്രശ്നം. ഇപ്പൊ മെസ്സിയുടെ വരവായിട്ട് മെസ്സിയുടെ വരവ് പിന്നെ ഫുട്ബോളിന്റെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. ടിക്കറ്റ് അടക്കം ഒരുപാട് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. മെസ്സിയുടെ വരവ് ഇപ്പൊ വരുമോ വരില്ല എന്നുള്ളൊരു അനിശ്ചിതത്വം തുടരുന്നുണ്ട്. മെസ്സി വരുന്നത് മെസ്സിയെ വരാനും നേരിട്ട് കാണാനൊക്കെ സാർ ആഗ്രഹിക്കുന്നുണ്ട്? മെസ്സി നേരിട്ട് കാണാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മെസ്സിയുടെ വരികയാണെങ്കിൽ അത് ഫിഫയുടെ ഒരു ഫ്രണ്ട്ലിക്കാണ് വരിക. ഈ ഫ്രണ്ട്ലി ഒരിക്കലും ഇന്ത്യക്കെതിരായിട്ടായിരിക്കില്ല. വേറെ ഏതെങ്കിലും ഒരു രാജ്യം
ഇന്ത്യയിൽ വന്ന് കളിക്കുക. അതിന്റെ ഉദ്ദേശം തന്നെ മെസ്സിയെ ആൾക്കാരെ കാണിക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ശോച്യാവസ്ഥയെ കാണിക്കുന്നു. കാരണം നമ്മളെ നാട്ടിൽ വന്ന് മൂന്നാമതൊരു രാജ്യമായിട്ട് ഇപ്പോഴും മെസ്സി വരുന്നുണ്ടോ എന്ന് പറഞ്ഞ ആ കേസിൽ ഓസ്ട്രേലിയയൊക്കെയാണ് വന്നത്. അപ്പൊ അത് ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിലൊരു ഇവിടേക്ക് മെസ്സിയെ വരുത്തിക്കാനുള്ള കരുത്ത്, അല്ലെങ്കിൽ മെസ്സിയെ പോലെയുള്ള ഭാവി തലമുറയുടെ കളിക്കാരെ വരുത്തിക്കാനുള്ള കരുത്ത് ഇന്ത്യൻ ഫുട്ബോള് സമാർജിക്കാൻ യാതൊരു രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീം ലോകകപ്പില് യോഗ്യത നേടുന്ന ഒരു കാലഘട്ടം. നമ്മൾ ലോകകപ്പ് ഫുട്ബോൾ വരുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര വളരെ സന്തോഷിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഖത്തറിൽ വന്നപ്പോൾ ഒരുപാട് മലയാളികൾ ഞങ്ങളൊക്കെ പോയിരുന്നു. അല്ലെ, ഒരുപാട് മലയാളികൾ പോയി കണ്ടു. അർജന്റീന അടക്കമുള്ള കളികൾ കണ്ടു, കാണാൻ പറ്റി. പിന്നെ ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ഫുട്ബോളിലൊക്കെ ഇങ്ങനെ കായികക്ഷമതയിലേക്ക് വളരെ പിന്നോട്ട് നിൽക്കുന്നത്? അത് 1950 നമ്മൾ യോഗ്യത നേടി എന്നാണ് പറയുന്നത്. 50 അതെ, 50. അപ്പൊ അന്ന് വേൾഡ് കപ്പിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞെങ്കിൽ ഒളിമ്പിക്സിന്റെ ഗോൾഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തോ ഇന്ത്യക്ക് ടീമിനെ അയച്ചില്ല. ഒരു കഥ പറഞ്ഞു, ബൂട്ട്സ് അണിഞ്ഞ് കളിക്കാൻ പറ്റിയിരുന്നില്ല എന്നാണ് 50. അതിനുശേഷം 56 ഇന്ത്യൻ ഫുട്ബോളിന്റെ 1956 ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണകാലമായിരുന്നു. കാരണം മെൽബൺ ഒളിമ്പിക്സിന് നമ്മൾ 4ാം സ്ഥാനത്തെത്തി. അത് കഴിഞ്ഞ് 60 ആയപ്പോൾ ജക്കാർത്തയിലെ ഏഷ്യൻ ഗെയിംസിൽ നമ്മൾ ജയിച്ചു. വളരെ നന്നായിട്ട് പോയിക്കൊണ്ട് പിന്നെ അത് ഒരു തിരിച്ചടി തുടങ്ങി. അതിന്റെ പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ ഓർഗനൈസേഷൻ, ഇതിന്റെ സംഘടന രാഷ്ട്രീയക്കാരുടെ കയ്യിൽ പോയി, ഇന്നും അവരുടെ കയ്യിലേക്കാണ്. അപ്പൊ ഈ സ്പോർട്സ് അറിയാത്ത ആൾക്കാര്, അതിന്റെ അല്ലെങ്കിൽ സ്പോർട്സിനെ ചൂഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപറ്റ ആൾക്കാരുടെ കയ്യിലേക്ക് ഇതിന്റെ സംഘടന പോയപ്പോ തന്നെ കളി പിന്നോട്ടടിക്കും. അതിനുശേഷം ഇപ്പൊ ഐസ്ലാൻഡിന്റെ ജനസംഖ്യ വെറും 3 ലക്ഷമാണ്. വെറും 3 ലക്ഷം എന്ന് പറഞ്ഞാൽ വന്നത്. അവര് വേൾഡ് കപ്പില് ക്വാളിഫൈ ചെയ്തു. വേൾഡ് കപ്പിന്റെ ലാസ്റ്റ് 16 വരെ എത്തി. അതെല്ലാം നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരു രാജ്യമായിട്ട് നമുക്ക് എന്തുകൊണ്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല? ഞാൻ ഒരിക്കലും ക്രിക്കറ്റിനെ കുറ്റം പറയില്ല. അത് സമാന്തരമായിട്ട് ഇന്ത്യ വളരെ മോശമായി കടന്ന ഇന്ത്യ ഇന്ന് ലോകശക്തികളൊന്നാണ്. ഇന്ത്യയിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ കളിയാണ്. ഒരു പന്തും 2 ഇഷ്ടിക 4 ഇഷ്ടിക ഉണ്ടെങ്കിൽ ഒരു മൈതാനം കുട്ടിയെ കളിക്കാമെന്നാണ്. കേരളത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ഒരു കാലത്ത് മുഴുവൻ. പക്ഷെ ഇന്ന് കേരളത്തില് ഈ അമ്പലപ്പറമ്പുകളിലും മറ്റ് പറമ്പുകളിലൊക്കെ കാണുന്ന കളി മിക്കവാറും ക്രിക്കറ്റാണ്. അതിന് കാരണം ഇന്ത്യ ക്രിക്കറ്റിൽ വളരെ മുന്നോട്ട് പോയി. ക്രിക്കറ്റിൽ ഒരു കരിയർ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. ഈ ഫുട്ബോളില് വളരെ വീക്കാണ്, ക്രിക്കറ്റിലാണെങ്കിൽ ലോക ശക്തിയായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതെ, ഇത് രണ്ടിന്റെയും പൊളിറ്റിക്സ് എന്താണ് സാർ? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ് സംഭവത്തിൽ? ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയായിരുന്നു. അത് ഒരു കാലത്ത് ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിച്ചിരുന്നത് മുഴുവൻ ഈ ഇതായിരുന്നു, പ്രിൻസ് ഫാമിലികളിലെ ഉള്ള ആൾക്കാരായിരുന്നു. ഇപ്പൊ കേരളത്തിൽ തന്നെ 1940-കളിലൊക്കെ ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരു പ്രധാന സ്ഥലം തൃപ്പൂണിത്തുറയായിരുന്നു. അവിടുത്തെ തമ്പുരാക്കന്മാര് രാജ കുടുംബത്തിൽപ്പെട്ടവരാണ് കളിക്കുക. ഇത് തന്നെയാണ് ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലൊക്കെ. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ കളിക്കാരൻ മോശമാണെങ്കിലും എപ്പോഴും ഒരു പ്രിൻസോ അല്ലെങ്കിൽ രാജകുമാരനോ ആയിരിക്കും. ഏറ്റവും അവസാനം ഉദാഹരണം ജയ്ക്വാദ്, അൻഷുമൻ ജയ്ക്വാദിന്റെ അച്ഛൻ, ഇപ്പൊ പുള്ളി ക്യാപ്റ്റനായിരുന്നു. പക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു വിപ്ലവം നടന്നു. ആ വിപ്ലവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പാവങ്ങളുടെ കളിയായി. ക്രിക്കറ്റ് ഒരു സാമൂഹിക അടിസ്ഥാനം തന്നെ അതിന്റെ മാറി. വളരെയധികം പാവങ്ങൾ മുന്നോട്ട്. ഇപ്പൊ ബോംബെയിലും
ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇപ്പൊ പിന്നെ പണ്ട് നഗരാധിഷ്ഠിതമായിരുന്നു. ബോംബെ, മദ്രാസ്, അതിൽ ചെന്നൈ, കൽക്കട്ട തുടങ്ങുന്ന. ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിൽ നിന്നും സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് നിന്ന്, ഈ യുപിയിലെ അജംഗഡിൽ നിന്ന് ഷമ്മി, അങ്ങനെ എത്ര ചെറിയ ചെറിയ ജില്ലകളിൽ നിന്നും. അതിനുള്ള ഒരു പ്രധാന കാരണം ക്രിക്കറ്റിന്റെ അധികൃതര് വളരെ ശക്തമായിട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. രഞ്ജി ട്രോഫി തുടങ്ങി, ദിലീപ് ട്രോഫി തുടങ്ങിയ എല്ലാ ട്രോഫികളും അണ്ടർ ഈ 15 തൊട്ട് അണ്ടർ 20 വരെയുള്ള ടൂർണമെന്റുകളും ശരിക്കും സമയത്ത് നടത്തി കൊണ്ടുവരുന്ന ഗ്ലാമറും പണവും വളരെയധികം ചെറുപ്പക്കാരെ അതിലേക്ക് ആകർഷിച്ചു. രഞ്ജി കേരള ട്രോഫി ടീമിന്റെ ക്യാപ്റ്റൻ കാസർഗോഡ് ജില്ലക്കാരനാണ് മുഹമ്മദ് അസറുദ്ദീൻ. അതെ, നല്ല പ്ലെയറാണ്. നല്ല പ്ലെയറാണ്, നന്നായി കളിക്കുന്നുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചു. സാറാണല്ലോ അതിന്റെ ജഡ്ജി കമ്മിറ്റി ചേർന്നത്. അതുപോലെ വായിക്കുമ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ള യഥാർത്ഥ അർഹമായ ഒരു കൈകൾ എത്തിയിട്ടുള്ളത്. ഈ അവാർഡ് നിർണയ വേളകളിൽ ഇത് ഏറ്റവും നല്ലൊരു അവാർഡാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അത് ഏറ്റവും നല്ല തീരുമാനമാണ്. അവാർഡ് നിർണയ വേളകളിൽ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനാകാനുള്ള കാരണം ഈ എഴുത്തച്ഛൻ അവാർഡിന്റെ നിയമം അനുസരിച്ച് 3 വർഷത്തെ ജേതാവാണ് ഈ വർഷത്തെ ചെയർമാൻ പദവിയാണ്. ഒരു കാര്യമായിട്ടുണ്ടായില്ല. കാരണം സമാന മനസ്കരായിരുന്നു മറ്റ് ജൂറി അംഗങ്ങള്, അതായത് KR മീരയും ഡോക്ടർ അനിലും. ഏതാണ്ട് ഐക്യകണ്ഠേന 5 മിനിറ്റിൽ തീർന്നൊരു മീറ്റിംഗ് ആയിരുന്നു. ഒരുപാട് അവാർഡ് നിർണയ കമ്മിറ്റികളിൽ സാർ ഉണ്ടാവാറുണ്ട്, പ്രശസ്തമായിട്ടുള്ള. അപ്പൊ പലപ്പോഴും പറയപ്പെടാറുണ്ട് അവാർഡുകൾ ഇങ്ങനെ ഒരു ക്ലീശയാണ്, അല്ലെങ്കിൽ അവർ യഥാർത്ഥ അവാർഡുകളെല്ലാം ലഭ്യം. അങ്ങനെ സാറിന് തോന്നാറുണ്ടായിരുന്നെങ്കിൽ? തീർച്ചയായിട്ടും തോന്നാറുണ്ട്. ഇപ്പൊ പല അവാർഡുകളും ആളെ മുൻകൂട്ടി കണ്ട് അതിനു വേണ്ടി ഒരു കമ്മിറ്റിക്ക് നീണ്ടാക്കി ചോദിക്കും ഇന്ന ആൾക്ക് കൊടുക്കാൻ വല്ല വിരോധമുണ്ടോ. ഞാൻ അത്ര കമ്മിറ്റി ഇരുന്നിട്ടില്ല, പക്ഷെ ഞാൻ വളരെ കുറച്ചേ ഇരിക്കാറുള്ളൂ. ഇത് പിന്നെ ഒരു വളരെ പ്രസ്റ്റീജിയസ് അവാർഡ്. ഇതുവരെ ഒരു അനർഹമായ കയ്യിലേക്ക് ഈ അവാർഡ് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതാണ്. പൊതുവെ പറയാൻ പറ്റില്ല, പക്ഷെ പല അവാർഡുകളും അർഹമായ കൈകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സാനുവാഷു എന്ന് വയലാർ അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയുണ്ടായി. അദ്ദേഹത്തിന് മുകളിൽ സമ്മതിയും വന്നപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം സജസ്റ്റ് ചെയ്ത ആൾക്ക് കൊടുക്കാൻ ഇവർക്ക്. അപ്പൊ അത്ര നമുക്ക് അറിയാവുന്ന, പബ്ലിക്കായിട്ട് അറിയാവുന്ന സംഭവമാണ്. പല സംഭവങ്ങളും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. സാർ ഇന്ന് കാസർഗോഡ് എത്തിയത് ചിന്താ രവി ഫൗണ്ടേഷന്റെ ഗാസയുടെ പേരുകൾ, ഗാസയിൽ കൊല്ലപ്പെട്ട 18,000 കുട്ടികളിൽ 1,500 കുട്ടികളുടെ അവരൊക്കെ മനസ്സ് പടയുന്നുണ്ട്. അത് ആലോചിച്ച് ഓർക്കുമ്പോൾ അവരുടെ പേരുകൾ വായിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ആ ചടങ്ങിന് വേണ്ടിയിട്ടാണ് സാർ വന്നത്. ഈ ഗാസയിൽ ഒരു സമാധാന അന്തരീക്ഷം വരുന്നു, അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം, ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകാൻ നിർത്തിയില്ല. കാരണം എത്ര കാലമാണ് തുടങ്ങുക. പക്ഷെ ഇന്നത്തെ ലോക അന്തരീക്ഷത്തില് അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. ഒരു യുദ്ധവിരാമം കരാറിൽ തന്നെ ഏതോ 2-3 രാജ്യങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അതിൽ ഗാസക്കാർക്ക് യാതൊരു പങ്കുമില്ല. അത് എന്ത് തരത്തിലുള്ള യുദ്ധവിരാമം അത് നടപ്പിലാക്കാൻ പോലും പറ്റില്ല. ആദ്യത്തെ ദിവസം നമ്മൾ ആയിരക്കണക്കിന് ട്രക്കുകള് ഈ സഹായമായിട്ട് പോകുന്നേ ഉള്ളൂ. പിറ്റേ ദിവസം അത് 50% ആയിട്ട് വെട്ടിക്കുറച്ചു. ഇപ്പോഴും ഇവരുടെ ഇസ്രായേലിന്റെ മനസ്സിൽ നിന്ന് ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള ആശയം അത് പോയിട്ടില്ല. അത് നടപ്പിലാക്കാൻ അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ആസിയാനിൽ ഉളവാക്കിയിട്ടുള്ള വേറൊരു കാര്യം. ഇത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഈ ദിനം പ്രതിയുള്ള വാർത്തകള്, അവിടുത്തെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം
ആൾക്കാരുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട്. അതിന് ഒരു പേരുണ്ട്, വൈക്കേരിയസ് ട്രോമ, വൈകാരികമായിട്ടുള്ള ട്രോമ. ഈ ട്രോമ കാരണം നമ്മൾ ദിവസവും കാണുകയാണ് ഇങ്ങനെ കുട്ടികൾ കൊല്ലപ്പെടുന്നതും. നമ്മൾ നിസ്സഹായരാണ്. അതിനുവേണ്ടി ശബ്ദമുയർത്തേണ്ട ശക്തരായ രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾ, UK, ഇവരെല്ലാം നെതന്യാഹുവിന്റെ കൂടെ നിൽക്കണം. അപ്പൊ വല്ലാത്ത നമ്മളൊരു അടിസ്ഥാന പ്രമാണം ജീവിതത്തില് നീതിയെ അവസാനം ജയിക്കുള്ളൂ എന്നുള്ളതാണ്. ആ പ്രമാണം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഗാസയിൽ. അപ്പൊ അതിന്റെ വളരെ നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുടെ ഇടപെടലുകൾ, ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യയിൽ പോരാടുന്നതിൽ സംതൃപ്തനാണോ? 1988-89 നമ്മൾ പരിപൂർണമായിട്ട് പാലസ്തീന്റെ കൂടെയായിരുന്നു. ഇന്ന് പാലസ്തീൻ പ്രശ്നം ചർച്ചയ്ക്ക് വരുമ്പോ പലപ്പോഴും വോട്ട് ചെയ്യാതിരിക്കുക, ഇപ്പോഴ് ആ ശക്തമായ നിലപാടെന്ന് വളരെ പുറകോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയും ഇസ്രയേലുമായിട്ടുള്ള ഒരു ഡേവിസ് കപ്പ് ടെന്നീസ് മത്സരം ഇന്ത്യ കളിച്ചില്ല. ഈ പാലസ്തീൻ പ്രശ്നം ഇസ്രയേൽ എടുക്കുന്ന നിലപാടുകൾ അത്രയ്ക്ക് ശക്തമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ വളരെ അടുത്ത മിത്രമായിരുന്നു. അവിടുന്ന് ഇപ്പൊ നമ്മള് ഈ സാമ്രാജ്യത്വ ശക്തികള് ഒക്കെ ചെയ്യുന്ന പോലെ അവരെ എതിർക്കാനുള്ള കഴിവുകേടുകൊണ്ടോ അതോ ഇന്ത്യയുടെ അകത്ത് തന്നെയുള്ള ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ മതപരമായ ഒരു സ്വാധീനം കൊണ്ടോ നമ്മളിപ്പോ അബ്സ്റ്റെയിൻ യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കോ ഗാസയ്ക്ക് അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബാഹ്യമായ കാരണങ്ങൾ കൊണ്ട് വൻശക്തികളുടെ സമ്മർദ്ദം, ആന്തരികമായ കാരണം ഇവിടുത്തെ മതരാഷ്ട്രീയത്തിന്റെ അതപ്രസരം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു.